ഡോക്ടർ മോഹൻ വർഗീസ്, ഈ ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വലിച്ചുകീറി കളയുമെന്ന് വീമ്പടിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പിട്ടത് ഇറാൻ ആവശ്യപ്പെട്ടതെല്ലാം സമ്മതിച്ചു കൊടുത്തുള്ള ഒരു കരാറിലാണ് എന്ന് വ്യക്തമാണ്. കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫ്രാൻസിലും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ടെഹ്റാനിലും ഇരുന്ന് ഒപ്പിട്ട കരാറിലെ ആദ്യ വ്യവസ്ഥ തന്നെ ഇറാനും അമേരിക്കയും തമ്മിൽ ബന്ധമില്ലാത്ത ലെബനനിലെ ആക്രമണം നിർത്തുമെന്നതാണ്. ലെബനനിൽ ആക്രമണം നടത്തുന്നത് ഇസ്രയേലാണല്ലോ. ലെബനൻ അമേരിക്കയുടെ തലവേദനയുമല്ല, ആയിരുന്നുമില്ല. എന്നിട്ടും ഇറാൻ്റെ മാത്രം താൽപ്പര്യമായ ലെബനൻ ആക്രമണം ആദ്യ വ്യവസ്ഥയായി വന്നത് അമേരിക്കയുടെ പരാജയമല്ലേ? ഇത് വലുതായിട്ട് ചർച്ച ചെയ്തതുമാണ് പല അന്താരാഷ്ട്ര വിദഗ്ധരും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ജാള്യത മറയ്ക്കാനുള്ള ശ്രമമാണോ ഇടയ്ക്കിടെയുള്ള ട്രംപിൻ്റെ വീമ്പ് പറച്ചിലും ഈ ആക്രമണവുമെല്ലാം? ലെബനൻ അമേരിക്കയുടെ ഒരു തലവേദനയെ ആയിരുന്നില്ല എന്നതാണ് സത്യം. ലെബനൻ എക്കാലത്തും ഇസ്രയേലിൻ്റെ തലവേദനയായിരുന്നു. ഇസ്രയേൽ സുരക്ഷാ ഭീഷണി സൃഷ്ടിക്കുന്നത് ലെബനൻ്റെ തെക്ക് ഭാഗത്ത് നിന്നുകൊണ്ട് നിരന്തരം ഇസ്രയേലിനെതിരെ ആക്രമണം നടത്തുന്ന ഇറാൻ അനുകൂല മിലിഷ്യയായ ഹിസ്ബുള്ള ആണ്. കഴിഞ്ഞ ദിവസം വന്ന വാർത്തകളനുസരിച്ച് ഹിസ്ബുള്ളയുടെ താവളങ്ങൾ വലിയ തോതിൽ അണ്ടർഗ്രൗണ്ട് ടണൽ നെറ്റ്വർക്ക് ഹിസ്ബുള്ളയ്ക്കുമുണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടതാണ് ഈ ഹമാസിൻ്റെ തുരങ്കങ്ങൾ, അതേക്കുറിച്ച് വലിയ വാർത്തകൾ വന്നതല്ലേ. അപ്പോൾ ഈ തുരങ്കങ്ങളിൽ നിന്നും ഫ്ലഷ് ഔട്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ തുരങ്കങ്ങളിൽ ഫേംലി എൻട്രൻച്ച്ഡായി ഇരുന്നു കൊണ്ട് ഇസ്രയേലിന് നേരെ നിരന്തരമായ ആക്രമണങ്ങൾ നടത്തുന്ന ഹിസ്ബുള്ളയെ ഒഴിവാക്കണമെന്ന ആഗ്രഹം ഇസ്രയേലിനുണ്ടാകുന്ന സ്വാഭാവികം. പക്ഷേ അതിനുവേണ്ടി ചെയ്യാവുന്നത് എന്താണ്? ആ രാജ്യവുമായി ഒരു കരാർ. അത് കൃത്യമായി ഇസ്രയേൽ ലെബനൻ എന്ന രാജ്യം, ആ രാജ്യത്തിൻ്റെ ഹോസ്റ്റാണല്ലോ, അല്ലെ ആ രാജ്യത്ത് തന്നെ ഉള്ള ഒരു സായുധ സംഘമാണല്ലോ ഹിസ്ബുള്ള. അതുകൊണ്ട് ലെബനനും ഇസ്രയേലും തമ്മിൽ ഒരു കരാറിൽ ഏർപ്പെട്ടു. അത് മുൻപും ഉണ്ടായിരുന്നു കരാർ. പക്ഷേ ഈ കരാർ കൊണ്ട് എന്ത് കാര്യം? അത് മീനിങ്ലെസ് ആണ് എന്ന് ട്രംപിന് അറിയായികയല്ല, ഇസ്രയേലിനും അറിയാം. കാരണം ലെബനൻ്റെ സൈന്യമോ പോലീസോ ആഭ്യന്തര സുരക്ഷാ സംവിധാനങ്ങളോ ഒന്നും ശക്തമല്ല. ഹിസ്ബുള്ള ഒരു പാരലൽ എസ്റ്റാബ്ലിഷ്മെൻ്റാണ് ലെബനനിൽ പ്രവർത്തിച്ചുകൊണ്ട്. 25,000-ഓളം സോൾജേഴ്സ് അല്ലെങ്കിൽ അവരുടെ മിലിഷ്യ മെമ്പേഴ്സുണ്ട്. അത് വലിയ ട്രെയിൻഡ് ഒരു യൂണിറ്റുമാണ്. അത്ര എളുപ്പമല്ല അവരെ പൂർണ്ണമായി ഡിസാം ചെയ്യാനായി, എളുപ്പമല്ല. ഹമാസ് അതിനേക്കാൾ ചെറിയ യൂണിറ്റാണ്. ഹമാസിനെ പോലും പൂർണ്ണമായി നിരായുധീകരിക്കാൻ ഇസ്രായേൽ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഹിസ്ബുള്ളയുടെ കാര്യത്തിൽ ഒന്നും ചെയ്യാനാവില്ല. അതെല്ലാവർക്കും അറിയാം. പക്ഷേ എന്തിന് അമേരിക്കൻ പ്രസിഡൻറ്റ് ഇറാനുമായുള്ള ഏതാണ്ട് 14 ധാരണാപത്രത്തിലെ ഒന്നാമത്തെ വിഷയമായി തന്നെ യാതൊരു ബന്ധവുമില്ലാത്ത ഈ വിഷയം എന്തിന് അംഗീകരിച്ചു കൊടുത്തു? ഇറാൻ പറഞ്ഞ ഒരു കാര്യം ഇതാണ്: ഇസ്രയേൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് ലെബനനിൽ നടത്തുന്ന ആക്രമണം ഒഴിവാക്കണം, മേഖലാ സമാധാനം ഉണ്ടാകണം, എങ്കിൽ മാത്രമേ ഞങ്ങൾ തുടർ ചർച്ചയിൽ പങ്കെടുക്കൂ. ഇതാണ് ആദ്യത്തെ 14 പ്രപ്പോസലിലെ അല്ലെങ്കിൽ ധാരണാപത്രത്തിലെ ആദ്യത്തെ വകുപ്പ്. അത് എന്തിന് അമേരിക്ക അംഗീകരിച്ചു എന്നതാണ് ഇസ്രയേൽ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഇസ്രയേൽ പറയുന്നത് തങ്ങൾക്ക് അതിലൊരു പങ്കില്ല, തങ്ങൾക്ക് സുരക്ഷാ ഭീഷണി ഉണ്ടെങ്കിൽ തങ്ങൾ ആക്രമിക്കും. കഴിഞ്ഞ ദിവസവും ലെബനനിലേക്ക് ആക്രമണം നടത്തി ഇസ്രയേൽ. അപ്പം നിരന്തരം ലെബനനുമായി കരാറുണ്ടെങ്കിലും ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തുന്നതിന് ഈ കരാർ തടസ്സമല്ല എന്നതാണ് ഇസ്രയേലിൻ്റെ പ്രഖ്യാപിത നിലപാട്. ഉപയോഗിച്ചുകൊണ്ട് ഇസ്രയേൽ നന്നായിട്ടറിയാം, ഈ ആക്രമണം ഉപയോഗിച്ചുകൊണ്ട് പ്രകോപനം സൃഷ്ടിച്ചാൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള അന്തിമ കരാർ ഒരുപക്ഷെ മുടങ്ങിപ്പോയേക്കാം. ഇതറിയാം. പക്ഷേ പിന്നെ എന്തിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രയേലിനെ ചേർത്ത് പിടിക്കുന്നു എന്ന് പറയുമ്പോഴും ഇസ്രയേലിന് താല്പര്യമില്ലാതെ ഇറാനുമായി ഒരു കരാർ എന്തിന് എത്തിച്ചേരാൻ ശ്രമിക്കുന്നു? ഇതാണ് ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക വളരെ സങ്കീർണമാണ്. കാരണം ഇറാൻ ഏറ്റവും പ്രധാനമായി ചർച്ചകളിൽ ഉന്നയിച്ച വിഷയം, മധ്യസ്ഥന്മാരുടെ മുന്നേ ഉന്നയിച്ച വിഷയം അതാണ്: തങ്ങൾക്ക് തങ്ങളുടെ രാജ്യത്തെ ഡിഫെൻഡ് ചെയ്യാൻ അറിയാം, അല്ലെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ കരയുദ്ധം നടത്തി തങ്ങളെ തോൽപ്പിച്ചോളൂ. നിങ്ങൾ വമ്പ് പറഞ്ഞല്ലോ തങ്ങളുടെ ഭരണകൂടത്തെ അങ്ങ് മാറ്റിക്കളയും, ആ വ്യവസ്ഥയെ തന്നെ മറിച്ചിടും. അതുമാത്രമല്ല ഞങ്ങളുടെ സംസ്കാരത്തെ തന്നെ തച്ചുടയ്ക്കാം, ഒക്കുമെങ്കിൽ ചെയ്തോളൂ. ആകാശത്ത് നിന്നുകൊണ്ട് ബോംബ് വർഷിച്ച് പോകാൻ മാത്രമേ ഇത്രയും കാലം നിങ്ങൾക്ക് കഴിഞ്ഞുള്ളൂ. ഞങ്ങൾ ഡിഫെൻഡ് ചെയ്ത് നിന്നു. പ്രത്യാക്രമണം തങ്ങളാലാവുന്ന രീതിയിൽ പ്രത്യാക്രമണം നടത്തി. അതുകൊണ്ട് ഒരു കാര്യം ബോധ്യമായി: അമേരിക്കയ്ക്ക് ഇറാൻ എന്ന രാജ്യത്തെ തുടർന്നും വേണമെങ്കിൽ
ഏറിയലി ആക്രമിക്കാമെന്നല്ലാതെ കരയിലേക്ക് പ്രവേശിക്കാൻ ഒരു ചിന്ത പോലും ഇപ്പോഴില്ല. ഒരു രീതിയിലും ഇറാൻ എന്ന വലിയ ഭൂമിയെ കരയുദ്ധത്തിലൂടെ കീഴ്പ്പെടുത്താനോ ഒരു ഇഞ്ച് ഭൂമിയെങ്കിലും കൈവശപ്പെടുത്താനോ കഴിയില്ല. അതൊരു വാസ്തവമാണ്. പക്ഷെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ കഴിഞ്ഞാൽ അത് വലിയൊരു നേട്ടമാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. അതിപ്പോൾ ഒരു സാധ്യതയുമില്ല. ഉണ്ടാകണമെങ്കിൽ ആദ്യഘട്ടത്തിൽ ഉണ്ടാകാമായിരുന്നു. ഇപ്പോൾ ജനം ഇറാനിയൻ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ അല്ലെങ്കിൽ IRGC നയിക്കുന്ന സംവിധാനത്തിന് കീഴിൽ അടിയുറച്ച് നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇറാനുമായി സന്ധി ചെയ്യുക? ഇപ്പോൾ സന്ധി ചെയ്യണമെങ്കിൽ ലെബനൻ വിഷയം മുന്നിൽ നിർത്തി പറഞ്ഞെങ്കിലേ പറ്റൂ. അതുകൊണ്ട് അമേരിക്ക ഒരു തന്ത്രം എന്ന നിലയിൽ ലെബനൻ്റെ വിഷയത്തിൽ ഞങ്ങൾ ഗ്യാരണ്ടി എന്ന് വെറുതെ പറഞ്ഞു വെച്ചു. വെദർ ദേ മെന്റ് ഇറ്റ് ഓർ നോട്ട് ഇസ് എ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ. അങ്ങനെ ഉദ്ദേശിച്ച് അങ്ങനെ ചെയ്യാമെന്ന് ആഗ്രഹിച്ചാണോ അതോ വെറുതെ ഇറാനെ സമാധാനിപ്പിക്കാൻ പറഞ്ഞതാണോ എന്നതാണ് ചോദ്യം. ആത്യന്തികമായി എപ്പോഴും ഞാൻ പ്രേക്ഷകരോട് പങ്കുവച്ചിട്ടുള്ള ചിന്ത, അമേരിക്കയ്ക്ക് ഇസ്രായേലിനെ കൈവിടാനാവില്ല. അത് നമുക്കറിയാം. ഇസ്രായേലിന് അമേരിക്കയുടെ സഹായമില്ലാതെ ഈ പറയുന്ന മേധാവിത്വം ഒന്നും തന്നെ നേടാനുമാവില്ല. ഇസ്രായേൽ ഉപയോഗിക്കുന്ന ആയുധങ്ങളുടെ സിംഹഭാഗവും അമേരിക്കൻ നിർമ്മിതമാണ്. ഇപ്പോൾ അമേരിക്ക നിർമ്മിത ആയുധങ്ങൾ ഉപേക്ഷിച്ച് തങ്ങൾ തദ്ദേശീയമായി വികസിപ്പിച്ച ആയുധങ്ങൾ ഉപയോഗിച്ചുകൊള്ളാം, അമേരിക്കയുമായുള്ള ഡിപ്പെൻഡൻസി ഞങ്ങൾ കുറച്ചുകൊണ്ടുവരാം എന്നൊക്കെ ഇസ്രായേൽ എത്ര വീമ്പ് പറഞ്ഞാലും പ്രശ്നത്തിൽ ഇസ്രായേൽ ചാടിയാൽ ആത്യന്തികമായി പിടിച്ച് കരകയറ്റാൻ അമേരിക്ക എന്ന വലിയേട്ടനുണ്ടാകും എന്ന ബോധ്യത്തിലാണ് ഇസ്രായേൽ എല്ലാ സാഹസവും കാട്ടുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇറാൻ അങ്ങനെയല്ല. ഇറാനെ നേരിട്ട് സഹായിക്കാൻ, ഇസ്രായേലിനെ അമേരിക്ക സഹായിക്കുന്ന രീതിയിൽ ഇറാനെ നേരിട്ട് സഹായിക്കാൻ ഇറാൻ്റെ ചങ്ങാതിമാരായ റഷ്യയോ ചൈനയോ നാളിതുവരെ തയ്യാറായിട്ടില്ല. ഇനി തയ്യാറാകും എന്ന് കരുതാനും ആവില്ല. അവരുടെ സഹായം ഇൻഡയറക്റ്റ് ആണ്. ഒരുപക്ഷെ എണ്ണ വാങ്ങിക്കൊണ്ട് ചൈന സഹകരിക്കും, അല്ലെങ്കിൽ സാങ്കേതിക വിദ്യ കൈമാറിക്കൊണ്ട് റഷ്യ സഹകരിക്കും എന്നല്ലാതെ സൈന്യങ്ങളെ അയച്ച് ഇറാനെ ഡിഫെൻഡ് ചെയ്ത് നിർത്താൻ അവർക്കാവില്ല. അത് ഇറാൻ തന്നെ ചെയ്തെങ്കിലേ പറ്റൂ. അപ്പോൾ ഇതൊക്കെയാണ് വാസ്തവം. അവിടെയാണ് ലെബനനിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ എല്ലാം തന്നെ ഈ ഒരു വിശാല വിഷയത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു, അതിൽ വിജയിച്ചു എന്നതാണ് ഇറാൻ്റെ മിടുക്ക്. അപ്പോൾ നെഗോസിയേഷനിൽ ഇറാൻ കൺസിസ്റ്റൻ്റായ നിലപാടെടുത്തു. ഇതുവരെയുള്ള നെഗോസിയേഷനിൽ ഇറാൻ കടുകിട വിട്ടുവീഴ്ച ചെയ്തില്ല. കൺസിസ്റ്റൻസി വാസ് ദ ഹോൾ മാർക്ക് ഓഫ് ഇറാനിയൻ നെഗോഷിയേറ്റിംഗ് സ്പിരിറ്റ്. അല്ലെങ്കിൽ ആ ടീം, അബ്ബാസ് അരാക്ചിയും അതുപോലെ മറ്റേ ഇറാൻ്റെ പാർലമെൻറ്റ് സ്പീക്കർ ഗാലിബാഹും എല്ലാം ചേർന്ന ഒരു കൃത്യമായ അജണ്ടയിൽ, അത് IRGCയുടെ കൃത്യമായ മേൽനോട്ടം അതിനുണ്ട് എന്നും കരുതണം. പക്ഷേ അമേരിക്കയുടെ ഭാഗത്ത് ഒരു ഇൻകൺസിസ്റ്റൻസി ഉണ്ട്. ഇസ്രായേലിന് അതില്ല. ഇസ്രായേൽ വളരെ കൺസിസ്റ്റൻ്റ് ആണ്, കൺസിസ്റ്റൻ്റ്ലി അഗ്രസീവാണ്. പക്ഷേ അമേരിക്കയ്ക്ക് വേണ്ട, വേണ്ട. അപ്പോൾ വേണോ വേണ്ടായോ, കരാർ വേണോ വേണ്ടായോ, ഇങ്ങനെ ചെയ്യാമോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് ഇപ്പോഴും കടുത്ത ആശയക്കുഴപ്പമുണ്ട് എന്ന് വേണം കരുതാൻ. അത് മാത്രമല്ല, അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെൻറ്റിനുള്ളിൽ അമേരിക്കയ്ക്ക് വേണ്ട പിന്തുണ കിട്ടുന്നില്ല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അസസ് ചെയ്തതാണ്. സെനറ്റിലും ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിലും ഈ വാർ ആക്ടിനോ സ്പെഷ്യൽ പവേഴ്സ്, പ്രസിഡൻറ്റിൻ്റെ സ്പെഷ്യൽ പവേഴ്സ് ആക്ട്, അതായത് വാർ ആക്ട് എന്ന് പറയുന്ന അതിന് പിന്തുണ ലഭിച്ചില്ല. അതിനർത്ഥം യുദ്ധവുമായി അധികകാലം പ്രസിഡന്റിന് മുന്നോട്ട് പോകാൻ അമേരിക്കൻ ജനത തന്നെ അനുവാദം നൽകുന്നില്ല. റിപ്പബ്ലിക്കന്മാരായ 4 സെനറ്റർമാർ മറുപക്ഷത്ത് ചേർന്ന് ട്രംപിനെതിരെ വോട്ട് ചെയ്തു എന്നോർക്കണം. അതിനർത്ഥം എന്താണ്? റിപ്പബ്ലിക്കൻ പാർട്ടിയിലെയും ഡെമോക്രാറ്റിക് പാർട്ടിയിലെയും ഒരു വിഭാഗം ആളുകൾ യുദ്ധത്തിനെതിരാണ്. അമേരിക്ക പിൻവാങ്ങി തിരിച്ചു പോരണം, ഇത് ട്രംപിന് തന്നെ നയങ്ങൾക്കെതിരാണെന്ന് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരു നല്ല വിഭാഗം വിശ്വസിക്കുന്നു. അപ്പോൾ എളുപ്പമല്ല അമേരിക്കയ്ക്ക് ഒരു തീരുമാനമെടുക്കാൻ. അതുമാത്രമല്ല, ഇസ്രായേൽ അമേരിക്കയെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയാണ് എന്നൊരു ചിന്ത അമേരിക്കയിൽ വളരെ പ്രബലമാണ്. മുൻകാലങ്ങളിലെല്ലാം തന്നെ ഇസ്രായേൽ അനുകൂലമായിരുന്നു അമേരിക്കയുടെ പൊതുവികാരം. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. അമേരിക്കയെ കുഴിയിൽ ചാടിക്കുന്നത് ഇസ്രായേലാണ് എന്ന് ചിന്തിക്കുന്നവരുടെ എണ്ണം വളരെ കൂടി 2 പാർട്ടികളിലുമുണ്ട്. റിപ്പബ്ലിക്കൻ പാർട്ടിയിലും ഡെമോക്രാറ്റിക് പാർട്ടിയിലും ആ ഒരു ചിന്ത വളരെയധികം രൂഢമൂലമാണ്. അതുകൊണ്ടാണ് ഇസ്രായേൽ ഇപ്പോൾ കൈവിട്ട കളികൾ പലതും കളിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ എങ്ങനെങ്കിലും അമേരിക്കയെ ഈ വിഷയത്തിൽ തളച്ചിടുകയും അമേരിക്ക തലയൂരി ഒരു കരാർ ഒപ്പിട്ട് തലയൂരി പോരുകയും ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ ഇസ്രായേൽ ശ്രമിക്കുന്നു. കുറേയൊക്കെ ആ ശ്രമത്തിന് വിജയം കാണുന്നുണ്ട് എന്നതുകൊണ്ടാണ് എങ്ങനെ പോകുമ്പോഴും സമാധാന ചർച്ച ഒരു കര പറ്റുന്നു എന്ന് തോന്നുമ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രകോപനമുണ്ടാകും.
അത് കൂടുതൽ സംഘർഷത്തിലേക്ക് നയിക്കും. ഇതെല്ലാമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ലെബനൻ ശ്രദ്ധാകേന്ദ്രമാവുകയാണ്. ലെബനൻ വിഷയം വളരെ ആക്റ്റീവായി തന്നെ ആ സംഘർഷം അവിടെ നിലനിർത്താൻ ഇസ്രായേൽ ശ്രമിക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല. ആത്യന്തികമായ ശത്രു ഇറാൻ തന്നെയാണെങ്കിലും ലെബനൻ ഇസ്രായേലിൻ്റെ ശത്രുവല്ല. പക്ഷേ നേരിട്ട് ഇറാനെതിരെ ഇസ്രായേൽ ഒരു മിസൈൽ പോലും കഴിഞ്ഞ മാസങ്ങളൊന്നും അയച്ചിട്ടില്ല. ഇറാനിൽ നിന്നും ഇസ്രായേലിലേക്ക് മിസൈൽ വർഷമുണ്ടായി എന്നതും ശരിയാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റൗണ്ട് എക്സ്ചേഞ്ച് ചെയ്തു എന്നതല്ലാതെ ഇപ്പോൾ ഈ പ്രക്രിയയിൽ സമാധാന ഉടമ്പടി ഒപ്പുവെച്ച്, അല്ലാതെ താൽക്കാലിക കരട് രേഖ ഒപ്പുവെച്ചതിന് ശേഷം ജൂൺ 17 ശേഷം ഒരു ആക്രമണവും നേരിട്ട് ഉണ്ടായിട്ടില്ല. പക്ഷേ പ്രോക്സികളെ നിരന്തരം ആക്രമിക്കുന്ന, പ്രത്യാക്രമണം നടത്തുന്ന ഒരു സംവിധാനം അവിടെ ഉണ്ട് എന്നതാണ് വാസ്തവം. ഇവിടെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ മറ്റൊരു കാര്യമുള്ളത്, ഈ യുദ്ധം തുടങ്ങാനും അത് നിർത്താനും വെമ്പൽ കൊണ്ടത് അമേരിക്കയായിരുന്നു. ബരാക് ഒബാമ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഒപ്പിട്ട ഉടമ്പടിയിലെ വ്യവസ്ഥ ഇറാൻ ആണവായുധം ഉണ്ടാക്കില്ല എന്നായിരുന്നു. അതേ വ്യവസ്ഥ തന്നെയാണ് ഇപ്പോൾ ഒപ്പിട്ടിട്ടുള്ള ധാരണാപത്രത്തിലുമുള്ളത്. ഒബാമ കാലത്തെ ഉടമ്പടി റദ്ദാക്കിയത് ഡൊണാൾഡ് ട്രംപ് ആദ്യ തവണ പ്രസിഡന്റ് ആയപ്പോഴാണ്. അപ്പോൾ മുതൽ ഇറാൻ കടുത്ത ഉപരോധങ്ങൾ നേരിട്ടിരുന്നു. അവരുടെ എണ്ണ വിൽക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു. ഉപരോധത്തെ മാനിക്കാത്ത ചൈന മാത്രമാണ് ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങിയിരുന്നത്. ഇറാൻ ഒരിക്കലും ഉപരോധങ്ങൾ മാറ്റാൻ അമേരിക്കയോട് അപേക്ഷിച്ചിട്ടുമില്ല. ഇപ്പോഴാകട്ടെ യുദ്ധം ചെയ്ത് കരാറിലെത്തിയപ്പോൾ ഒബാമ ഭരണകൂടം നൽകിയതിലും കൂടുതൽ സൗജന്യങ്ങൾ അമേരിക്കയ്ക്ക് ഇറാന് നൽകേണ്ടി വന്നു. പലതവണ ആവർത്തിച്ച ചോദ്യം വീണ്ടും ചോദിക്കുകയാണ്, എന്തിനായിരുന്നു ഈ യുദ്ധം? ഇറാനെ സഹായിക്കാനാണോ? ഇനിയും ഒരു കരാർ എന്ന് പറയുന്നത് ശരിക്കും പൊള്ളത്തരമല്ലേ? കരാറിൻ്റെ വ്യർത്ഥത അല്ലെങ്കിൽ പൊള്ളത്തരം, അല്ലെങ്കിൽ കരാർ തന്നെ അപ്രസക്തമാകുന്ന ഒരു അവസ്ഥയാണ്. കരാർ ഉണ്ടായിരുന്നല്ലോ. അതാണല്ലോ ഇപ്പോൾ സൂചിപ്പിച്ച ഒബാമ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ റഷ്യയുടെയും ചൈനയുടെയും ഫ്രാൻസിൻ്റെയും ബ്രിട്ടൻ്റെയും സാന്നിധ്യത്തിൽ ഇറാനുമായി ഒപ്പിട്ട ആണവ കരാർ. അതനുസരിച്ച് ഇൻസ്പെക്ഷൻ, ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ നിരീക്ഷണങ്ങൾ, പരീക്ഷണങ്ങൾ, ഇടയ്ക്കിടയ്ക്കുള്ള പരിശോധനകൾ എല്ലാം തന്നെ ഇറാൻ്റെ ഡ്യൂട്ടി ആയിരുന്നു, റെസ്പോൺസിബിലിറ്റി ആയിരുന്നു. കുറേയൊക്കെ അവർ പാലിക്കുകയും ചെയ്തു. പക്ഷേ ഇതിലൊന്നും തന്നെ തൃപ്തരാകാതെ ഏകപക്ഷീയമായി അമേരിക്ക പിന്മാറി. 2018 ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ ആദ്യ തവണ വന്നപ്പോൾ പിന്മാറി ഇറാൻ ഈ കരാർ വ്യവസ്ഥകൾ പാലിക്കുന്നില്ല, ആണവ കരാർ വ്യവസ്ഥകൾ പാലിക്കാതെ സമ്പുഷ്ടീകരണവുമായി മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കരാറിൽ നിന്ന് പിൻവാങ്ങുകയും അതിശക്തമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തത്. എന്നിട്ട് എന്തായി? ഉപരോധം ഏർപ്പെടുത്തി എന്ന ഒറ്റ കാരണത്താൽ ഇറാന് പിന്നെ മറ്റൊന്നും മുൻപിൻ നോക്കേണ്ട കാര്യമില്ല. ഇറാൻ സമ്പുഷ്ടീകരണത്തിലേക്ക് നീങ്ങി. സമ്പുഷ്ടീകരണം നടത്തുന്നുവെന്ന് അവർ പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ ആണവായുധങ്ങൾ നിർമ്മിക്കുമെന്ന് അന്നും പറഞ്ഞിട്ടില്ല, ഇന്നും പറഞ്ഞിട്ടില്ല. നിർമ്മിച്ചു എന്നതിന് തെളിവുമില്ല. സമ്പുഷ്ടീകരണം 60% എത്തി. അതിനേക്കാളും കൂടിയ തോതിലേക്ക് എത്താൻ കഴിയും. അതിനുള്ള സാങ്കേതികവിദ്യ ഇറാൻ നേടിക്കഴിഞ്ഞു. ഇതിനെല്ലാം കാരണമായത് യഥാർത്ഥത്തിൽ ആദ്യ കരാറിലെ പരാജയമല്ല. ആദ്യ കരാർ പരാജയം എന്ന് പറയാനാവില്ല. ആ കരാറ് പാലിക്കുന്നതിൽ അമേരിക്കയ്ക്ക് അമാന്തം പറ്റി. അല്ലെങ്കിൽ പിൻവാങ്ങിയതിലൂടെ അമേരിക്ക വലിയ ഒരു സാധ്യതയാണ് ഇറാൻ്റെ മുന്നിൽ തുറന്നിട്ടത്. ഇന്നല്ലെങ്കിൽ നാളെ തങ്ങൾ സ്വയം പര്യാപ്തമാകണം, ആണവമായി സംഘടിക്കണം എന്ന് ഇറാൻ ചിന്തിക്കുന്നതിൻ്റെ അടിസ്ഥാനം ന്യായ അന്യായങ്ങളല്ല നമ്മൾ പരിശോധിക്കുന്നത്, മറിച്ച് ആ വസ്തുതയാണ്. അതിനുള്ള അടിസ്ഥാനം ഇറാൻ്റെ നാഷണൽ സെക്യൂരിറ്റി റിക്വയർമെൻറ്റ് തന്നെയാണ്. ആണവ രാജ്യമായതുകൊണ്ടാണ് ഇസ്രായേൽ ആ രീതിയിൽ ആക്രമിക്കപ്പെടുന്നുവെങ്കിലും ഇസ്രായേൽ ഒരിക്കലും പരാജയപ്പെടാനാവില്ല എന്ന് ചിന്തിക്കുന്നത് ആണവ പോർമുനകൾ കൈവശമുള്ളത് കൊണ്ട് അവർക്കത് ഉപയോഗിക്കാൻ കഴിയും. ഇറാനും അത് തന്നെയാണ് ഒരുപക്ഷെ മനസ്സിൽ ഉള്ളത്. അത് പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും. അതുകൊണ്ടാണല്ലോ വിശദമായ ചർച്ചകൾ നടത്തിയത്. ഈ ചർച്ചകൾ പരാജയപ്പെട്ടു. വീണ്ടും തുടർ ചർച്ചകൾ എത്തി. ഇപ്പോൾ അമേരിക്കയ്ക്ക് തന്നെ തോന്നി ഇറാനുമായി റീനെഗോഷിയേറ്റ് ചെയ്യണം. ട്രംപ് രണ്ടാമത് ആരാണോ കരാറിൽ നിന്ന് പിൻവാങ്ങിയത് അതേ ആൾ തന്നെ ഇപ്പോൾ പറയുന്നു റീനെഗോഷിയേറ്റ് ചെയ്യണം. അപ്പോൾ പിന്നെന്താണ്? പഴുതുകൾ അടച്ചുള്ള ഒരു നെഗോസിയേഷൻ അല്ലേ വേണ്ടത്? ഒരു കാരണവശാലും ഇറാൻ്റെ ആണവ പ്രോഗ്രാം മുന്നോട്ട് പോകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക എന്നതാണ് രണ്ടാമത് നെഗോഷിയേറ്റ് ചെയ്യുന്നുവെങ്കിൽ അമേരിക്കയുടെ താല്പര്യം, അല്ലെങ്കിൽ ട്രംപിൻ്റെ താല്പര്യം. അത് ഒരു രീതിയിലും
പാലിക്കപ്പെടുന്ന രീതിയിലല്ല ഇതുവരെ നടന്ന കാര്യങ്ങൾ. ഇപ്പോൾ നോക്കൂ, നിലവിലില്ലാതിരുന്നൊരു പ്രശ്നം ഈ യുദ്ധത്തിൽ കൊണ്ട് സംഭവിച്ചതെന്നാണ്. ഫെബ്രുവരി 28, 2026 അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാനെ ആക്രമിച്ചതുകൊണ്ട് സംഭവിച്ചതെന്താണ്? ആണവ ചർച്ചകൾ വഴിമുട്ടി. ആണവ വിഷയത്തിൽ ആ രീതിയിൽ ചർച്ചകളുമില്ല. ഇല്ലാതിരുന്നൊരു പ്രശ്നം ഏറ്റവും വലിയ പ്രശ്നമായി വരികയാണ് ഹോർമൂസ് വിഷയം. ഹോർമൂസിൽ ഉപരോധമായി, ഹോർമൂസ് ഇറാൻ അടച്ചു, അതിലെയുള്ള കപ്പൽ ഗതാഗതം സുഗമമല്ലാതായി. അത് സൂചി കൊണ്ടെടുക്കാമായിരുന്നൊരു ചെറിയ വിഷയത്തെ തൂമ്പ കൊണ്ടെടുക്കേണ്ടി വന്നു. ഒരു ഭാഗിക കരാർ അവിടെ ഒപ്പിടേണ്ടി വന്നു. ആ കരാർ ശാശ്വതമാവില്ല എന്നതാണല്ലോ നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ശാശ്വതമാവില്ല? കാരണം അടിസ്ഥാന വിഷയം, അമേരിക്ക തന്നെ ഉണ്ടാക്കി വെച്ച അടിസ്ഥാന വിഷയമാണ്. അത് പരിഹരിക്കാതെ പുതിയ പുതിയ വിഷയങ്ങളിലേക്ക് ലോകം നീങ്ങുകയാണ്, ഇറാനും അമേരിക്കയും നീങ്ങുകയാണ്. അപ്പോൾ പിന്നീടുണ്ടായ ഹോർമോസ് വിഷയം ഒന്ന് പരിഹരിച്ചതിന് ശേഷം വേണമല്ലോ ഈ അടിസ്ഥാന വിഷയമായ ആണവ വിഷയത്തിലേക്ക് വരാൻ. അതുകൊണ്ട് ഇപ്പോൾ 14 ഇന ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ ഒന്ന് പരിശോധിച്ചാൽ പൂർണ്ണമായും ഇറാൻ അനുകൂലമാകുന്ന രീതിയിലാണ്. ഇത് നടപ്പിലായാൽ, ഈ നിർദ്ദേശങ്ങൾ അതുപോലെ അന്തിമ കരാറിലും പാലിക്കപ്പെട്ടാൽ ഇറാൻ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഔട്ട്കമാണ് ഉണ്ടാകുന്നത്. അത് അനുവദിച്ചു കൊടുക്കാൻ ഒരുപക്ഷെ ഇസ്രായേൽ തയ്യാറാവില്ല. അല്ലെങ്കിൽ ഇസ്രായേൽ അമേരിക്കയുടെ മേൽ സമ്മർദ്ദം ചെലുത്തും. ഗൾഫ് രാജ്യങ്ങൾക്ക് സ്വീകാര്യമാവാം, കാരണം അവർക്ക് എങ്ങനെയെങ്കിലും സമാധാനം ഉണ്ടായാൽ മതി. ഇറാനുമായി സമാധാനത്തിൽ കഴിയാൻ അവരാഗ്രഹിക്കുന്നു. പക്ഷേ അമേരിക്കയ്ക്ക് ഒന്നും വയ്യാത്ത, ചെകുത്താനും ചെങ്കടലിനും ഇടയിൽപ്പെട്ട അവസ്ഥയിൽ എത്തി നിൽക്കുന്നു. 14 ഇന ധാരണാപത്രത്തിൽ ഏതാണ്ട് പൂർണ്ണമായും ഇറാൻ അനുകൂലമാകുന്ന വ്യവസ്ഥകളാണ്. അതിൽ കൃത്യമായ ഉറപ്പുകളൊന്നും വാങ്ങിയെടുക്കാൻ അമേരിക്കയ്ക്ക് കഴിയുന്നതുമില്ല. അതുമാത്രമല്ല, ചർച്ചകൾ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ആണവ വിഷയം തൊടാനെങ്കിലും പറ്റൂ. ഇതുവരെ ആണവ വിഷയം ചർച്ചയിൽ വന്നിട്ടില്ല. അതാണല്ലോ ചർച്ച ചെയ്യേണ്ടത്. അത് ഇതുവരെ വന്നിട്ടില്ല. ഹോർമൂസ് എങ്ങനെ തുറക്കും എന്നതിനെക്കുറിച്ചൊക്കെയാണ് ഇപ്പോഴും ചർച്ചകളും വാദപ്രതിവാദങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ഇവിടെ എന്തിനായിരുന്നു ഇത്? എന്തിനാ വെറുതെ ഇരുന്ന ഒരു കരാറുണ്ടായിരുന്നത്? അത് പാലിച്ചങ്ങ് മുന്നോട്ട് പോയാൽ മതിയായിരുന്നല്ലോ. ഇറാൻ ഏതെങ്കിലും രീതിയിൽ കരാർ ലംഘിക്കുന്നു എങ്കിൽ ആക്രമണമല്ലായിരുന്നു പരിഹാരം. അത് കൃത്യമായ സാങ്ഷൻസിലൂടെ അല്ലെങ്കിൽ കൃത്യമായ പദ്ധതികളിലൂടെ അത് ഇല്ല എന്ന് ഉറപ്പുവരുത്തുകയാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ പരിമിതമായ തോതിലുള്ള ആക്രമണത്തിലൂടെ അവസാനിപ്പിക്കാൻ ആണ് ചെയ്യേണ്ടിയിരുന്നത്. അല്ലാതെ ഈ മേഖലയെ മുഴുവൻ യുദ്ധത്തിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുവന്നതിൽ ട്രംപിൻ്റെ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച ആ കരാർ, ആദ്യമ കരാറിൽ നിന്നുള്ള പിന്മാറ്റം തന്നെയാണ്. അപ്പം കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്ന മട്ടിലായി. അതുകൊണ്ട് ഉത്തരത്തിലിരുന്നത് എടുക്കാൻ സാധിച്ചതുമില്ല, കക്ഷത്തിലിരുന്ന കരാർ അങ്ങ് താഴെ പോവുകയും ചെയ്തു എന്ന അവസ്ഥയിൽ നിൽക്കുകയാണ് അമേരിക്ക ഇപ്പോൾ. ഓക്കെ, മറ്റ് ചില കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ സ്വന്തം പാർട്ടിയായ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് മേൽക്കൈ കിട്ടിയാൽ വർദ്ധിത വീര്യത്തോടെ ട്രംപിനെ യുദ്ധം ചെയ്യാനാകുമെന്നാണ് പല വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത്. അതിന് സാധ്യതയുണ്ടോ എന്നീ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യാം.